നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആയിരിക്കുന്ന പ്രതിസന്ധി എത്രത്തോളമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണല്ലോ ഗുഡ് മോർണിംഗ് കേരളം ഇന്ന് തുടങ്ങിയത് തന്നെ. ഇന്നലെ വലിയ വാർത്തയായിരുന്നു നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചു എന്നത്. റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സാം പിട്രോഡെ ഉൾപ്പെടെ പ്രതികളാണ്. രാഹുലും സോണിയാഗാന്ധിയും ഉടമസ്ഥരായുള്ള യങ് ഇന്ത്യന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയെന്ന ഗുരുതര ആരോപണങ്ങളുണ്ട് EDയുടെ കുറ്റപത്രത്തിൽ. റഷീദാണ്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. റഷീദ്, ഗുരുതരമായ ആരോപണങ്ങൾ, എന്നാൽ എണ്ണി പറയാനുള്ള ആരോപണങ്ങൾ ED ഈ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നത് കൃത്യമായി നടന്നു എന്ന് പറയുന്നു. യങ് ഇന്ത്യന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു. ഒപ്പം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തിൽ ഉണ്ടായ നാഷണൽ ഹെറാൾഡിന്റെ പേരിൽ സ്വത്ത് സമ്പാദനം നടത്തി കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ സംഗതികളൊക്കെ നടന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളുണ്ടല്ലോ. എത്ര കണ്ട് പ്രതിരോധത്തിലാകുന്നുണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി? അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് യങ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും 661 കോടി രൂപയുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പണമിടപാടുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ED നൽകിയിട്ടുള്ള കുറ്റപത്രം രണ്ട് നേതാക്കൾക്കെതിരെയും സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. പ്രത്യേകിച്ചും ഈ ദേശീയ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ EDയുടെ കുറ്റപത്രത്തിൽ ഇടം പിടിക്കുകയും അതോടൊപ്പം വലിയ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നു. ഇത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളിലേക്കും അതോടൊപ്പമുള്ള നടപടികളിലേക്കും നേരത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒക്കെ തന്നെയും കടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ED റോസ് അവന്യൂ ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 25-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം കോടതി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലൊക്കെയും കടക്കുക. അതേസമയം ഇതിനെ വലിയ പ്രതിരോധമാക്കി തീർക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും രാജ്യവ്യാപകമായിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗങ്ങളുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ദില്ലിയിലും അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗങ്ങളുടെ ഓഫീസിൻ്റെ മുമ്പിലേക്ക് ഇത്തരത്തിൽ ഇന്ന് പ്രതിഷേധം ആരംഭിക്കും. ദില്ലിയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുണ്ട്. ദില്ലിയിലെ AICCയുടെ പഴയ ആസ്ഥാനത്ത് നിന്നും ED ഓഫീസിലേക്ക് ജാഥയായി പ്രതിഷേധക്കാർ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും പങ്കെടുക്കും. ദേശീയ നേതാക്കളൊക്കെ തന്നെയും പങ്കെടുത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗത്തിൻ്റെ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം തീർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതേസമയം ഈ കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇവരുടെ ദേശീയ നേതാക്കൾ ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ നമ്മൾ പല നേതാക്കളുമായി ബന്ധപ്പെട്ട സമയത്തും ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതോടൊപ്പം ഈ രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുകളെയും അതോടൊപ്പം അന്വേഷണ ഏജൻസികളെയും കേന്ദ്രം ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിൻ്റെ ഇതിലൊരു ഇരട്ടത്താപ്പ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കേരളത്തിലടക്കം ഇടതുപക്ഷ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും EDയും CBI ഒക്കെ അന്വേഷണം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടന്നു വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതേസമയം ഈ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ അത് മറച്ചുവെക്കാനും അതോടൊപ്പം അത് കേന്ദ്രത്തിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടാനുമുള്ള ഒരു നടപടികളിലേക്കാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും കടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള കുറ്റപത്രം തന്നെയാണ് ED സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഏപ്രിൽ 25-ാം തീയതി അതുമായി ബന്ധപ്പെട്ട പരിഗണിക്കും. ഈ കുറ്റപത്രം പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും സോണിയാഗാന്ധിക്കെതിരെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുമുള്ള നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ്. ദേശീയ നേതാക്കളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അതേസമയം ജയറാം രമേശ് മാത്രമാണ് പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നതാണ്. നാഷണൽ ഹെറാൾഡ് സ്വാതന്ത്ര്യ സമര സേനാനികൾ തുടങ്ങി വെച്ച ഒരു
പത്രം എന്ന നിലയ്ക്ക് സാമ്പത്തിക ക്രമക്കേടുകൾ മൂലം 2018 ആ പത്രം അടച്ചുപൂട്ടുന്നു. യങ് ഇന്ത്യ തുടങ്ങിയതിനു ശേഷം വെറും 50 ലക്ഷം രൂപയ്ക്ക് അത് ഏറ്റെടുക്കുകയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചെയ്തത്. അതുവഴി 2000-ഓളം കോടി രൂപയുടെ ആസ്തി രാഹുലിലേക്കും സോണിയയിലേക്കും വന്നു ചേരുന്നു എന്നതാണ് കുറ്റപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഭാഗം. അതായത് കൃത്യമായ ആരോപണങ്ങൾ ഉണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് ED വ്യക്തമാക്കുന്നത്. അപ്പോൾ ദുർബലമാകുന്നുണ്ടോ? രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നുവെങ്കിലും ദുർബലമാകുന്നുണ്ടോ കോൺഗ്രസിന്റെ പ്രതിഷേധം? അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും പ്രതിരോധത്തിലാവുകയും അതേസമയം ഇതിനൊരു മറുപടി പറയാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്ത വിധം ഒരു പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഈ ദേശീയ നേതാക്കൾ കോൺഗ്രസിൻ്റെ നേരത്തെയുള്ള ദേശീയ നേതാക്കളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുള്ള യങ് ഇന്ത്യയുടെയും അതോടൊപ്പം ഇത്തരത്തിൽ നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആരോപണം ഉയരുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ തയ്യാറാകാതെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും ഒഴിഞ്ഞു മാറുകയാണ്. എന്തായാലും 2023 നവംബറിൽ ഡൽഹി, മുംബൈ, ലക്നൗ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെയും 661 കോടി രൂപയുടെ വിലമതിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെയും പിടിച്ചെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ നേരത്തെ ED തുടങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും കടന്നിരുന്നു. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ഈ മേഖലകളിലൊക്കെ തന്നെയുള്ള ഈ വസ്തുവകകളൊക്കെ തന്നെയും കണ്ടുകെട്ടുമെന്ന നടപടിയിലേക്ക് തന്നെയായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുക. നേരത്തെയും അത് കൃത്യമായി വ്യക്തമാക്കിയതാണ്. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കുമ്പോൾ അത് കൈമുതലാക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിൽ വലിയ വിമർശനം ഉയർന്നു വരുമ്പോൾ അതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളൊക്കെ തന്നെയും വലിയ കള്ളന്മാരാണ് എന്ന തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പ്രതികരണത്തിന് തയ്യാറാകാത്ത ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിലവിൽ ഒരു ആകത്തുക നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇത്തരത്തിൽ വലിയ പ്രതിരോധത്തിലാവുകയും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമ്പോൾ ഈ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ളത്. അന്ന യെസ്, അതേസമയം തന്നെ റഷീദ്, ഇന്ന് ചർച്ചയാകുന്ന കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇന്നലെ റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED വിളിപ്പിച്ചിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യൽ തുടരും എന്ന വിവരങ്ങളാണല്ലോ ഉള്ളത്. അത് ഹരിയാനയിലെ ഭൂമി ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ്. രണ്ടും ഏതാണ്ട് സമാനമായ കേസൊക്കെയാണ്. കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ തന്നെയാണ്. അതിൽ EDയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള അതുപോലെ വ്യവസായിയുമായിട്ടുള്ള റോബർട്ട് വദ്രയെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 മണിയോട് കൂടി റോബർട്ട് വദ്ര വീണ്ടും ED ഓഫീസിലേക്ക് ഹാജരാകും. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ED ഓഫീസിൽ വരികയും മണിക്കൂറുകളോളം ഇതിനു ശേഷമുള്ള ഈ ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10 മണിയോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. എന്തായാലും ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് വലിയ പ്രതിരോധത്തിൽ കോൺഗ്രസ് ആകുന്നു. ഇത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കിക്കാണുകയാണെങ്കിൽ ഈ ED കേസുകൾ കൊണ്ട് വലിയ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇന്നും റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ശരി, റഷീദ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ നിന്ന്. റോബർട്ട് വാദ്ര കേസ്, ഒപ്പം നാഷണൽ ഹെറാൾഡ് കേസ് എന്നീ വിഷയങ്ങളൊക്കെ ഇന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധയാർജിക്കുന്ന വളരെ ചർച്ചയാകുന്ന വാർത്തകളാണ്. കോൺഗ്രസ് ഈ രണ്ട് വിഷയത്തിലും വലിയ പ്രതിസന്ധിയിലാകുന്നുണ്ട് എന്നതാണ്. ദേശീയ നേതൃത്വത്തിലുള്ള രണ്ടുപേർ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതിസന്ധിയിലാകുന്നു. കുറ്റപത്രം അവർക്കെതിരെ സമർപ്പിക്കപ്പെടുന്നു. ഒപ്പം റോബർട്ട് വാദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ട്ണർ, അദ്ദേഹവും ഈ മറ്റൊരു കേസിൽ ഉൾപ്പെട്ട് ഇന്ന് EDക്ക് മുമ്പിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട സ്ഥിതി, ഇന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ നൽകുന്നു. റഷീദാണ് ആ വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.